പാദം തൊഴുന്നേ എവിടെ പോയി കിടക്കുക? കാണുന്നില്ലല്ലോ. ആഹാ, ഏടത്തില്ലേ വരുന്നത്? ആ ഏടത്തി എവിടേക്കാ തിരക്കിയത്? ചാവിട്ടിയോ? ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും നീ അങ്ങ് ചീട്ടു പോയല്ലോടി. കാപ്പിയൊക്കെ കുടിച്ചോ? കാപ്പ് കുടിച്ചൊന്നും ഏടത്തി ശ്രദ്ധിക്കണ്ട. പയ്യാരത്തെ തറവാട്ടിൽ ഞങ്ങൾ കാപ്പ് കുടിക്കേണ്ടവരില്ല, കുടിപ്പിക്കേണ്ടവരാ. ഞങ്ങൾ പോയി നോക്കിട്ട് വരാം. ആ വേഗം ചെല്ലു കയറി. അമ്മായി വരനും കൂട്ടനിങ് എത്താറായി. ഇതുവരെ മാലയും ഒക്കെ എത്തിയിട്ടില്ല. അതൊക്കെ കുട്ടം കൊണ്ടുവന്നോളൂ. നീ വിരുന്നുകാരുടെ കാര്യം മാത്രം അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ ആരാന്നറിയോ? പ്രഭാകരൻ വടക്കേലെ. ഇതെന്റെ മരുമോൻ ശ്രീധരൻ. അറിയാം, ഇത് നമ്മുടെ പഴയ ശ്രീധരനല്ലേ? പഴയ ശ്രീധരനല്ല, ഇപ്പോഴും ശ്രീധരൻ തന്നെയാണേ. വരൻ പട്ടാളക്കാരനല്ലേ? ഏടത്തി സല്യൂട്ട് അടിച്ച് മടുക്കും. തോക്കുണ്ടാവോ? കുന്തണ്ടാവുക. ആ പരിപ്പൊന്ന് മീനാക്ഷി എടുത്ത് വേവില്ല. അവള് വരച്ച് വരി നിർത്തും. അല്ലെങ്കിൽ തന്നെ പയ്യാരത്തെ പെണ്ണുങ്ങൾ ആരാ മോശമുള്ളത്? അപ്പൊ നീ പയ്യാരത്തെ അല്ലെന്നുണ്ടോ? പെണ്ണിന്റെ ഓരോ വർത്താനങ്ങളെ. ഇതെവിടെന്നാ? വലിയ മാളിയേക്കൽ ജുവലേഴ്സ്, കോഴിക്കോട്. ആ വരന് പ്രായത്തിന് കൂടുതലാണെന്ന് കേട്ടൂലോ. കണ്ടാ തോന്നില്ല. അല്ലെങ്കിൽ തന്നെ മീനാക്ഷിക്ക് എത്രയോ പ്രപ്പോസൽ വന്നതാ. ഇതൊന്ന് ഒത്തു കിട്ടിയത് മഹാഭാഗ്യം. കാണാൻ പരമയോഗ്യൻ, നീറ്റ് ആൻഡ് ലെജിബിൾ. ഇതെവിടുന്നാ? കല്യാണി ടെക്സ്റ്റൈൽ, തൃശൂർ. ആഹാ, ഇനിയും കഴിഞ്ഞില്ലേ? നീ എന്താ കാട്ടിന് കുന്തം മേടിക്കും അതിൽ ഇവിടെ വന്നങ്ങോട്ട് ഇരിക്കണേ? അപ്പുറത്ത് 100 കൂട്ടം പണിയാ. ഓടി നടന്ന് ഒച്ച വെച്ചിട്ട് വയ്യാണ്ടായി. ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ എടുത്തി. ഇതുങ്ങളൊക്കെ ഒന്ന് ഒരുക്കി ഇറക്കണ്ടേ? അമ്മായി, ഗോപിക ഇനിയും സാരി പോലും എടുത്തിട്ടില്ല. വെറുതെ വാശി പിടിച്ചിരിക്കുക. എത്ര വന്നിട്ടും കൂട്ടാക്കണില്ല. ഓ, ഇനിയിപ്പോ വല്യേട്ടൻ തന്നെ വന്ന് അണിയിച്ചൊരുക്കിയ പ്രസാദിക്കുള്ളായിരിക്കും. ഓമനെ പേരക്കുട്ടിയല്ലേ? ഞങ്ങൾ എത്ര നേരമായി എടുത്തി അണിയിച്ചൊരുക്കണോ? അവൾക്ക് എന്താ ഒന്നിങ്ങോട്ട് വന്നാല്? ഇനി വന്നാലോ 100 കുറ്റം കുറവ് എഴുന്നള്ളിക്കും. പണിയെടുക്കാൻ ഞങ്ങള്. വല്യമാമയുടെ സർട്ടിഫിക്കറ്റ് മുഴുവൻ അവക്കും. ഇതെവിടുന്നാ? കടന്നു പോണ്ടോ? നിങ്ങൾക്ക് എന്താ കുട്ടികളെ ഇവിടെ കാര്യം? ഒന്ന് വേഗം ആവട്ടെ കേട്ടോ. സരസ്വതി, ഇന്ന് എന്റെ മോളുടെ വിവാഹ. നിന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഉണ്ടാവില്ലേ സരസ്വതി? ആഹാ, ചേച്ചിയുടെ ഫോട്ടോയുടെ മുന്നിൽ തൊഴുതു പിടിച്ച് നിൽക്കാണോ? ഇങ്ങനെ ഒരു ജന്മം. ദേ, പലരും കല്യാണ പെണ്ണിന്റെ അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. ഉറക്കം തൂങ്ങി നിൽക്കാണ്ട് ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലു മനുഷ്യ. ദേ, ആൾക്കാരോട് വിട്ടി തോന്ന് എഴുന്നള്ളിക്കരുതേ, നാണക്കേട് എനിക്കാ. കേട്ടില്ലേ സരസ്വതി? നിന്റെ അനുജത്തിയുടെ കൽപ്പന. യത്നിച്ചിട്ടാണല്ലോ ഹുങ്ക്. എന്റെ നാവോള് കെട്ടിയിരിക്കുക. ഒരു സ്നേഹവും ഇല്ല. നീ എത്ര ഭേദായിരുന്നു സരസ്വതി. ശിവ ശിവ, ബൊക്കെ ഹാരമൊക്കെ എത്താൻ ഇത്ര വൈകിട്ട് എന്താ ഗോണും കുട്ടിയെ? കുട്ടൻ ഇപ്പോഴാണ് അമ്മയെ കൊണ്ടുവന്നത്. അമ്മയുടെ ആളുകളൊക്കെ അമ്മാമ്മയെ തിരക്കണ്ട്. പെട്ടെന്ന് ചെല്ലാൻ പറയാം. ഞാനും വല്യേട്ടനെ അന്വേഷിച്ച് തന്നെയാ നടക്കണത്. ആഹാ, തിരുമേനി കാര്യമായ ധ്യാനത്തിൽ തന്നെയാണല്ലോ. പ്രഥമൻ റെഡി. അവിടെ നിന്ന് സ്വാദ് നോക്കുക. അതൊക്കെ തിരുമേനി തന്നെ അങ്ങോട്ട് നോക്കിയാ മതി. ആ കൈപ്പുണ്യം എല്ലാവർക്കും അറിയാവുന്നതല്ലോ. കേമമായിരിക്കും. ഓ, കലക്കി. ഇനി ആ കണ്ണാടിയിലേക്ക് നോക്ക. ഒരു ചന്ദനക്കുറി കൂടി ആവല്ലേ? ആവാ. താനും ഒന്ന് തൊടുക. വാർദ്ധക്യായി നിങ്ങോട്ട് സമ്മതിക്കാൻ വയ്യ. ഫാഷൻ ഇത്തിരി കൂടുണ്ട്. അല്ല, എന്നൊരു ജനസംസാരണ്ടേ. പ്രായമേറിയെന്ന് വെച്ച് ഫാഷൻ യുഗത്തിലല്ലേ നമ്മളും കഴിയണേ. കാലത്തിനൊത്ത കോലം. അടുത്ത മാസം സപ്തതിയാണെന്ന് ഓർമ്മയുണ്ടോ? ജീവിക്കണവരെ ദേ ഇങ്ങനെ സുഖലോലുവനായിട്ട് അങ്ങോട്ട് ജീവിക്കുക. തറവാട്ടിൽ ഇനി ഒരു കല്യാണം കൂടി കൂടാൻ യോഗം ഉണ്ടായില്ലെങ്കിലും. അയ്യോ, അറം പറ്റുന്ന വാക്കൊന്നും പറയരുത്. അവിടുന്ന് ആരോഗ്യവാനായി ഒരു പുരുഷായുസ് മുഴുവൻ ജീവിക്കും. ഉറപ്പാ. സമ്മതിച്ചിരിക്കണം. പക്ഷെ ഒരു വ്യവസ്ഥ. അത്രയും കാലം താനും എന്നോടൊപ്പം ഉണ്ടാവണം. അത് പിന്നെ ഉണ്ടാവൂലോ. നമ്മളിൽ ഒരാൾ മാത്രം ജീവിച്ചിരുന്ന പിന്നെ എന്താ അതൊരു രസം? നേരായല്ലേ? അഴകിയ രാവണനാവാൻ തന്നെ പുറപ്പാട്. അതേടോ, ഈ 70-ാം വയസ്സിലും നമ്മൾ ഇരുവരും അവിവാഹിതര്, നിത്യബ്രഹ്മചാരികള്. ഈ ലെവൻഡറിന്റെ മണം കൂടി ആവുമ്പോ അകവും പുറവും ഒരുപോലെ ശുദ്ധാവുമല്ലോ. താനും കൂടെ ഒന്ന് ശുദ്ധാകുക. എന്താ അവിടെ രണ്ടാളും കൂടി ക്രിക്കറ്റ് കളിക്കുക? ദേ, വിരുന്നുകാരൊക്കെ ഏട്ടനെ അന്വേഷിക്കണു. പിന്നെ ഗോപു ഇതുവരെ വേഷം മാറാണ്ട് കെറിയിച്ചിരിക്കാത്ര. എന്താ? അവക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടാലോ. ഒക്കെ വല്യേട്ടൻ കുഞ്ഞിച്ചും കുഴച്ചും ഉണ്ടാക്കിയ ഹാബിറ്റ്സാ. ഇല്ലാത്ത കുട്ടിയല്ലേ കുഞ്ഞലക്ഷ്മി? അതിന്റെ കുറവൊന്നും അവളെ അറിയിച്ചിട്ടില്ലല്ലോ. ഒന്ന് വരെയാ, വരനെത്താറായി. ഏട്ടൻ തന്നെ വന്ന് പുന്നാരെ മോളുടെ കെറിവ് അങ്ങോട്ട് തീർക്ക. ഒന്ന് വരെയാ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? കോളേജിലോ? ഞാനോ? ഒന്ന് പോയി ഏട്ടാ, ചെറിയ കുട്ടികളെ പോലെ. അല്ല കുഞ്ഞലക്ഷ്മി, നിന്നെ ഇപ്പൊ കണ്ട ഒരു 16-ലപ്പുറം മതിക്കില്ല. എന്താ ശങ്കു? അത് ഓമന പെങ്ങളായോണ്ട് തോന്നുക. 16 മതിക്കില്ല, ഒരു 18. കൊള്ളാം. കുസൃതി എഴുന്നള്ളിക്കാൻ വല്യേട്ടനും കൂട്ടുപിടിക്കാൻ ശങ്കുമാമനും. പയ്യാരത്തെ കുഞ്ഞലക്ഷ്മി ഒന്ന് വിലസട്ടെ. എന്താ വല്യേട്ടാ? അമ്മാമേ, IG എത്തിയിരിക്കണു. VIP സീറ്റ് കൊണ്ട് നിർത്തൂ. ഞാനിതാ വന്നു കഴിഞ്ഞു. അയ്യേ, അമ്മ എന്തായി മണക്കണേ?
റിട്ടയർഡ് ഹെഡ് മിസ്ട്രസിനെ വയസ്സ് 65 സ്പ്രേയും പൂശി വല്യമാമയുടെ മുന്നിൽ കഷ്ടമാണമ്മേ. ഓ ആദ്യം ഗോപിയെ കാണണോ അതോ ഐജിയെ കാണണോ? ആദ്യം ഗോപികയെ കാണുന്നതാണ് ക്രമസമാധാനത്തിന് നല്ലത്. വാ മോളെ, അമ്മാമ്മയുടെ വേഷം എങ്ങനെയുണ്ട്? വല്യമാമ ചെത്തിയിട്ടുണ്ട്. വല്യമാമ മാത്രല്ല എല്ലാരും. മോൾക്കും ചെത്തണ്ടേ? ഇതിട്ടിട്ടാ ചെത്ത? ഈ സാരിക്ക് മാച്ച് ആവോ ഈ നെക്ലസ്? ഓ അത് ശരിയാണല്ലോ. ആരാ ഇത് പോയി സെലക്ട് ചെയ്ത്? കുട്ടി തന്നെയല്ലേ കട മുഴുവൻ അരിച്ചു പറക്കി മേടിച്ചോണ്ട് വന്നത്. എന്നാലും കുട്ടിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി. താനതിനെ വിമർശിക്കുക. ആ കുട്ടിനെ എങ്ങനെ വിളിക്കുക? കുട്ടാ, ഞാനിവിടെ ഉണ്ട്. എടോ, സ്റ്റിയറിംഗ് കൈ കിട്ടിയാ പറപ്പിക്കുന്ന ആളല്ലേ. കോഴിക്കോട് വരെ പോയി. ഇതൊന്ന് മാറ്റി വന്നൂടെ? അയ്യോ 100 കിലോമീറ്റർ ഓടണം, മുഹൂർത്തം തെറ്റും. പിന്നെന്താ ഒരു വഴി? കല്യാണം അങ്ങോട്ട് മാറ്റി വെക്കാം. കറക്റ്റ്. അതെ, കല്യാണം നാളെ ആയാലും നടത്താം. അതെ. ഇത് കിട്ടോണ്ട് വേണ്ട. കളിയാക്കണ്ട. എനിക്ക് വേണ്ടി കല്യാണം മാറ്റൊന്നും വേണ്ട. ഇത് മാച്ച് അല്ലാന്നുണ്ടോ ശങ്കുണ്ണിയെ? ഇത് മാച്ച് അല്ലാന്നുണ്ടോ? അല്ലെ എനിക്കിപ്പതാണ് ഒരു സംശയം. എന്ത് ചോദിച്ചാലും തനിക്കൊരു ശങ്കയാ. അതല്ലേ ശങ്കുണ്ണിന് തന്നെ പേരിട്ടത്. ശങ്കയുള്ള ഉണ്ണി ശങ്കുണ്ണി അല്ലേ? ഓ ശരിയാ, മാച്ച് അല്ല. പക്ഷേ പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട്? നീ ഇത് ഉടുത്ത നാളെ ഇതൊരു ഫാഷനായി തീരും. വല്യമ്മാമയല്ലേ പറയണേ? വേഗം. വല്യമാമ പറഞ്ഞതുകൊണ്ട് ഞാനിത് ഉടുക്കാം. പക്ഷെ എന്നെ പുകഴ്ത്തിയുണ്ടൊന്നല്ല കേട്ടോ. വല്യമാമ ജസ്റ്റിസ് വന്നു. മോളെ വേഗം. വരെ. ഹലോ, ഹാർട്ടി വെൽക്കം ജസ്റ്റിസ് രാമമൂർത്തി. ജഡ്ജിയത്തെ എന്തായി കാണിച്ചത്? ഗുരുത്വം മറക്കരുതല്ലോ. പയ്യാരത്ത് മെമ്മോറിയൽ സ്കൂളിൽ അങ്ങയിൽ നിന്നല്ലേ ആദ്യാക്ഷരം ഞാൻ പഠിച്ചത്. ഗുരുവിനേക്കാൾ വലുതായില്ലേ ശിഷ്യൻ? പിന്നെന്താ? സദാശിവനാരെ, അമ്മാമേ, ഇദ്ദേഹത്തെ മുന്നേറിക്കൊണ്ടിരുത്തുക. നമസ്കാരം. നമസ്കാരം. പറഞ്ഞു. ഹലോ. ഹലോ സർ. മിസ്റ്റർ ജയചന്ദ്രൻ, കുടുംബം എത്തിയിട്ടില്ലേ? ഉണ്ട് സർ, എല്ലാരും എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. കമ്മീഷണർ ആയ ശേഷം ഇങ്ങോട്ട് കണ്ടിട്ടില്ല. വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നെ പോലീസിന്റെ സഹായം പയ്യാരത്ത് ആവശ്യമില്ലല്ലോ. അമ്മാമേ, മന്ത്രി വന്നു. ഇദ്ദേഹത്തെ അവിടെ ഇരുത്തു. വന്നോളൂ. എക്സ്ക്യൂസ് മീ. എവിടെയോ കണ്ട് മറന്ന പോലെ. ഏയ്, അതിന് വഴിയില്ല. ഞാനിവിടെ ആദ്യ വരന്റെ കൂട്ടരാവും അല്ലേ? തലസ്ഥാനത്തു നിന്നുള്ള യാത്രയല്ലേ? മുഹൂർത്തത്തിന് മുമ്പ് എത്താൻ കഴിഞ്ഞത് ഭാഗ്യം. നിയമസഭാ സമ്മേളനം നടക്കണമുണ്ട്. താൻ എത്തില്ലെന്നാ കരുതിയേ. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പയ്യാരത്തു നിന്ന തുകയുടെ വലിപ്പം ഓർത്തപ്പോ എനിക്ക് ഇരിപ്പ് ഉറച്ചില്ല. അവിടുന്ന് ആവശ്യപ്പെട്ട പാലത്തിന്റെ പണി പരിഗണനയിലുണ്ട്. അതിന്റെ ഫയൽ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ആ ഫയല് മേശപ്പുറത്ത് എത്തുന്നത് വരെ താരാ കസേരയിൽ ഉണ്ടാവോ ബാലകൃഷ്ണ? വരനും കൂട്ടിലെത്തി. മാനരെ. എന്താ എടുത്തത്? ആരാ സാരി കൊടുത്തത്? മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പ് ഒരു ഫിനിഷിംഗ് ടച്ച് ആവാം. എല്ലാരും എന്നോട് ചോദിക്കുക, എന്താ ഗോപു നീ ഉണ്ടായിട്ടതൊന്നും ശ്രദ്ധിച്ചില്ലേന്ന്. വാ, ഞാൻ ശരിയാക്കി തരാം. ഇത് തറവാട്ടിലെ മുൻ കാരണവരാ, റാവ് ബഹദൂർ രാജശേഖരൻ നായർ. തൊട്ടു വണങ്ങ. ഇനി രണ്ടാളും ഇപ്പോഴത്തെ കാരണവരെ തൊട്ട് വണങ്ങ. അതവിടുത്തെ ചിട്ട. ശത്രുഘ്നപിള്ള ഈ തറവാട്ടിൽ ഒരു അംഗമാകാൻ പോവല്ലേ? കേട്ടറിഞ്ഞിട്ടുണ്ടാവും ഇവിടുത്തെ സമ്പ്രദായങ്ങള്. തറവാട്ടിൽ ഇന്നും മരുമക്കത്തായം തന്നെ തുടരുന്നു. കുടുംബാംഗങ്ങളുടെ പരസ്പര സ്നേഹവും വിശ്വാസവും ഐക്യവും ഒക്കെ ചേർന്ന് ഇഴപിരിക്കാനാകാത്തൊരു അടിത്തറയാണ് ഈ കുടുംബത്തിനുള്ളത്. ഇനി മുതൽ ശത്രുഘ്നപിള്ളയും ഇവിടത്തെ ശക്തമായൊരു കണ്ണിയാവണം. ഒക്കെ